അയത്തുള്ള അലി ഖമേനി മരണപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അവിടെ അവസാനിക്കുന്നത് ഒരു യുഗമാണ്. ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ നിർത്തണമെന്ന് പലകുറി ട്രംപ് ആവശ്യപ്പെടുമ്പോഴും അതിന് സാധിക്കുകയില്ല എന്ന മട്ടിലുള്ള ഉത്തരങ്ങൾ നൽകി ഇറാൻ മുന്നോട്ട് പോയത് അയത്തുള്ള അലി ഖമേനി എന്ന വ്യക്തിയുടെ ഒരൊറ്റ ബലത്തിൽ മാത്രമാണ്. എല്ലാ ആണവ പദ്ധതികൾക്കും ഒരു നേതൃത്വം കൊടുത്തിരുന്നത് അയത്തുള്ള അലി ഖമേനിയാണ്. അയത്തുള്ള അലി ഖമേനി എന്ന യുഗം അവസാനിക്കുമ്പോൾ ഇനി ആര് എന്ന ചോദ്യത്തിന് പോലും വ്യക്തമായ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ഇറാൻ. ഒരു വർഷത്തിനുള്ളിൽ ഇറാനെതിരായ രണ്ടാമത്തെ അമേരിക്കൻ ഇസ്രായേൽ സൈനിക നീക്കത്തിന്റെ ആദ്യത്തെ വൈകുന്നേരമായ ശനിയാഴ്ച രാത്രി ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 86 വയസ്സുള്ള പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ ഇസ്രായേൽ വ്യോമസേന വിജയകരമായി വധിച്ചു എന്ന്. ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടരായ ആളുകളിൽ ഒരാളായ ഖമേനി മരിച്ചു എന്ന ട്രൂത്ത് സോഷ്യലിൽ എഴുതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താമസിയാതെ ഇക്കാര്യം ഉറപ്പിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ കൂടുതൽ വ്യക്തമായ ഒരു കാര്യം സ്ഥിരീകരിച്ചു: അയത്തുള്ള അലി ഖമേനി യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടു എന്നത്. ഇതിനകം തന്നെ ജനങ്ങളിൽ നിന്നുള്ള കടുത്ത ആഭ്യന്തര സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച 2 വ്യോമസേനകളുടെ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത പ്രചാരണത്താൽ തളർന്നുപോയ ഒരു ഭരണകൂടത്തിന് ഖമേനിയുടെ നഷ്ടം കനത്ത പ്രഹരം തന്നെയാണ്. അദ്ദേഹം സ്വാഭാവികമായ സാഹചര്യങ്ങളിലാണ് മരിച്ചാൽ പോലും അത് ഭരണകൂടത്തിന് വലിയ ഒരു മാറ്റമായിരിക്കുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിലെ ഇറാൻ വിദഗ്ധനായ റാസിംറ്റ് പറഞ്ഞിരുന്നു. ഇറാന്റെ ഭരണ സംവിധാനത്തിൽ സായുധ സേനയുടെ പരമോന്നത കമാൻഡും യുദ്ധം പ്രഖ്യാപിക്കാനും സൈനിക മേധാവികളും ജഡ്ജിമാരും ഉൾപ്പെടെയുള്ള മുതിർന്ന വ്യക്തികളെ നിയമിക്കാനോ പിരിച്ചുവിടാനോ ഉള്ള അധികാരവും ഖമേനിക്കായിരുന്നു. അവസാന ദിവസം വരെ അന്തിമ തീരുമാനമെടുത്തത് ഖമേനിയായിരുന്നു. വർഷങ്ങളിലുടനീളം തന്ത്രപരമായ തീരുമാനങ്ങൾക്ക് ഖമേനിയുടെ അംഗീകാരം ആവശ്യമായിരുന്നു. 2025 ജൂണിൽ ഇറാന്റെ ഉന്നത സുരക്ഷാ മേധാവികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം കേന്ദ്ര തീരുമാനമെടുക്കൽക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പങ്ക് കൂടുതൽ വ്യക്തമായി. കഴിഞ്ഞ വർഷം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർമാരുടെ നഷ്ടം ആഭ്യന്തര സുരക്ഷയ്ക്കും പ്രാദേശിക തന്ത്രത്തിനും ഖമേനി ആശ്രയിച്ചിരുന്ന അനുഭവത്തിന്റെയും പ്രത്യയശാസ്ത്രപരമായ ആവേശത്തിന്റെയും ഒരു പ്രധാന കേന്ദ്ര ബിന്ദുവായി മാറി. അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് അനുമതി നൽകുകയും പരാജയപ്പെട്ട ആ ചർച്ചകളിൽ ഇറാന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതോടെ രാജ്യത്തിന്റെ പ്രധാന തീരുമാനങ്ങളിൽ ഖമേനിയുടെ പങ്ക് സമീപ ആഴ്ചകളിൽ പൂർണ്ണമായും പ്രകടമായിരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ശത്രുക്കളോട്, പ്രത്യേകിച്ച് അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള ശത്രുതയും ധിക്കാരവും നിറഞ്ഞ നിലപാടിന്റെ മൂർത്തിഭാവമായിരുന്നു അദ്ദേഹം. 1989 മുതൽ അധികാരത്തിലിരുന്ന ഖമേനി യുറേനിയം സമ്പുഷ്ടീകരണം ഇറാന്റെ പരമാധികാര അവകാശമാണെന്ന് വാദിച്ചുകൊണ്ട് ഇറാന്റെ ആണവ പദ്ധതിയുടെ സ്ഥിരമായ പുരോഗതിക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. 2023 ഒക്ടോബർ 7 ഇറാൻ പിന്തുണയ്ക്കുന്ന മറ്റൊരു ഭീകര സംഘടനയായ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ തിരിച്ചടിച്ച ശക്തമായ സായുധ പ്രോക്സികളെ ആയുധമാക്കി ലബനൻ, സിറിയ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിൽ ഇറാന്റെ പ്രാദേശിക സ്വാധീനം അദ്ദേഹം വിപുലീകരിച്ചു. അദ്ദേഹത്തിന്റെ പിൻഗാമി അമേരിക്കയും ഇസ്രായേലിനെയും പടിഞ്ഞാറൻ രാജ്യങ്ങളെയും ഇറാന്റെ പ്രത്യയശാസ്ത്രപരവും സൈനികവുമായ ശത്രുക്കളായി തുടർന്നും കാണും. എന്നാൽ വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു പിന്തുടർച്ച പദ്ധതിയില്ല എങ്കിൽ ഭരണകൂടത്തിനുള്ളിൽ ഇനിയും പോരാട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആരാണ് ശേഷിക്കുന്നത് എന്ന് വ്യക്തമല്ല. അതൊരു നിർണായക ചോദ്യമാണ്. ഖമേനിയുടെ മകൻ, ഒരു ഇടത്തരം പുരോഹിതൻ മോജ്തബയെ ഒരു സാധ്യതയുള്ള പിൻഗാമിയായി പതിവായി കാണുന്നുണ്ട്. അദ്ദേഹം IRGCയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ഭരണകൂടത്തിലെ വിവിധ രാഷ്ട്രീയ സുരക്ഷാ വിഭാഗങ്ങളുമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖമേനിയുടെ ഓഫീസ് മേധാവി മുഹമ്മദ് ഗോൾപായഗാനി, മുൻ വിദേശകാര്യ മന്ത്രിമാരായ അലി അക്ബർ വെലായത്തി, കമൽ ഖരാസി, ശക്തനായ മുൻ പാർലമെന്റ് സ്പീക്കർ അലി ലാരിജാനി എന്നിവരും മറ്റുന്നത ലഫ്റ്റനന്റുമാരിൽ ഉൾപ്പെടുന്നു. ആരാണ് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളത് എന്നത് അജ്ഞാതമാണ്. പരമോന്നത നേതാവ് പിൻഗാമിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഒഴിവാക്കിയെന്ന് ജൂത ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി ഓഫ് അമേരിക്കയിലെ ഫെലോ ആയ ജോനാഥൻ റൂഹൈ പറഞ്ഞു. എന്നാൽ ഇസ്രായേലിന്റെ ആദ്യ ആക്രമണങ്ങളിൽ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ അലി ലാരിജാനി, അനൌദ്യോഗികമായി മത്സര രംഗത്തുണ്ടെന്ന് കരുതപ്പെടുന്ന മറ്റുള്ളവരുടെ ഒരു ചെറിയ പട്ടിക എന്നിവ കൊല്ലപ്പെട്ടെങ്കിൽ അത് എന്തായാലും ചർച്ചാ വിഷയമാകാം. ഏറ്റവും സാധ്യതയുള്ള പിൻഗാമി IRGCയിൽ നിന്നായിരിക്കും. കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് അധികാരത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളി യഥാർത്ഥത്തിൽ സുരക്ഷാ സേനയാണ്, പുരോഹിതന്മാരല്ല. ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസിസിലെ സീനിയർ ഫെലോ ബനാം ബെൻ തലേബ്ലുവിന്റെ വിശദീകരണമാണിത്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ കീഴിലുള്ള ഇറാനിയൻ പ്രതിരോധ മന്ത്രാലയത്തിലൂടെയാണ് സാധാരണ സൈനിക കമാൻഡ് ശൃംഖല പ്രവർത്തിക്കുന്നത് എങ്കിലും IRGC ഖമേനിക്ക് വ്യക്തിപരമായ മറുപടി നൽകി. അവരുടെ കര, വ്യോമ, നാവിക ശാഖകൾക്ക് ഏറ്റവും മികച്ച സൈനിക ഉപകരണങ്ങൾ സുരക്ഷിതമാക്കി. അവരുടെ കമാൻഡർമാർക്ക് ഒരു പ്രധാന സംസ്ഥാന പങ്ക് നൽകി. ശനിയാഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ IRGC കമാൻഡർ മുഹമ്മദ് പക്ബൂർ കൊല്ലപ്പെട്ടതായി IDF അറിയിച്ചിരുന്നു. ഇപ്പോഴുള്ള ചോദ്യം, വിപ്ലവ ഗാർഡുകളിലെ ഏത് വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കഴിവുള്ളതും ഏറ്റവും സ്ഥിരതയുള്ളതും ഏറ്റവും സംഘടിതവുമാണ് എന്നതാണ്.
ആരധികാരത്തിൽ വന്നാലും ഭരണകൂടം ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് പൗരന്മാരെ അവർക്ക് നേരിടേണ്ടി വരും. ഖമേനിയുടെ കൊലപാതകം ഈ ജനക്കൂട്ടത്തെ ധൈര്യപ്പെടുത്തിയേക്കാം. പരമോന്നത നേതാവിനെയും മറ്റുന്നത ഭരണകൂട ഉദ്യോഗസ്ഥരെയും പുറത്താക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ജൂണിൽ ഇസ്രയേലിന്റെ രഹസ്യ ശിരച്ഛേദ ആക്രമണങ്ങളുടെ മാനസിക പ്രത്യാഘാതങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആ ആക്രമണങ്ങൾ ഇറാനിലും വിദേശത്തുള്ള എല്ലാവർക്കും ഭരണകൂടം ആത്യന്തികമായി എത്രത്തോളം ദുർബലമാണ് എന്ന് കാണിച്ചു വരുന്നു. 1999, 2009, 2022 ഈ വർഷം ജനുവരി മാസങ്ങളിൽ ദേശീയ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ IRGCയും അതിന്റെ അനുബന്ധ ബാസിജ് മിലിഷ്യയും വിന്യസിച്ചുകൊണ്ട് ഖമേനി അശാന്തി ക്രൂരമായി അടിച്ചമർത്തിയിരുന്നു. മധ്യപൂർവ്വദേശത്തെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന സമകാലിക സ്വേച്ഛാധിപതിയായ ഖമേനിയുടെ കൊലപാതകം ബോംബിംഗ് നിലച്ചാലോ മന്ദഗതിയിലായാലോ തെരുവ് വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഖമേനിക്ക് ശേഷം ആര് എന്ന ചോദ്യം ഇപ്പോൾ ഇറാന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.